നമസ്തേ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഉയർന്നു. പക്ഷെ പെട്ടെന്ന് ശ്രീകൃഷ്ണനും അർജുനനും ഒരുമിച്ച് ശംഖനാദം മുഴക്കി. എന്തുകൊണ്ടാണ് അവരുടെ ശംഖനാദത്തിന് ഇത്രയും പ്രാധാന്യം? അത് വെറും യുദ്ധത്തിന്റെ ശബ്ദമായിരുന്നോ? അല്ലെങ്കിൽ ഒരു വലിയ ആത്മീയ സന്ദേശത്തിന്റെ തുടക്കമായിരുന്നോ? ജീവിതത്തിലും ചില നിമിഷങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും. ഭയം നമുക്ക് ചുറ്റും നിറയും. എന്തു ചെയ്യണമെന്ന് മനസ്സിലാകില്ല. അപ്പോൾ ശരിയായ ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് എത്ര വലിയ ശക്തിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ശ്ലോകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ അർജുനന്റെ കൂടെയുണ്ട്. അർജുനൻ ഒറ്റയ്ക്കല്ല. തദ ശ്വേതൈർഹയൈര്യുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതു. തത് ശ്വേതൈർഹയൈര്യുക്തേ. അതിനുശേഷം വെളുത്ത കുതിരകൾ ഘടിപ്പിച്ച മഹതി സ്യന്തനേ സ്ഥിതൗ, മഹത്തായ രഥത്തിലിരുന്നിരുന്ന മാധവ പാണ്ഡവശ്ചൈവ, ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യൗ ശംഖൗ പ്രദത്മതു, തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ മുഴക്കി. ഇവിടെ ശ്രീകൃഷ്ണനെ മാധവൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ അനേകം നാമങ്ങളിൽ ഒന്ന്. ഈ പേര് വെറും പേരല്ല. കൃഷ്ണൻ ഇവിടെ അർജുനന്റെ സാരഥിയാണ്. അർജുനന് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. പക്ഷേ അർജുനന്റെ മുന്നിൽ സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരും സുഹൃത്തുക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പം നടക്കുന്നുണ്ട്. ഒരു യുദ്ധം മാത്രമല്ല, അർജുനൻ നേരിടുന്നത് ഒരു മാനസിക പോരാട്ടമാണ്. ഈ ശ്ലോകത്തിൽ ഒരു പ്രധാന ചിത്രം നമുക്ക് കാണാം. കൃഷ്ണനും അർജുനനും രഥവും. ഇത് പിന്നീട് ഗീതയുടെ ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്നായി മാറുന്നു. അർജുനന് ശക്തിയുണ്ട്, അറിവുണ്ട്, വില്ലുണ്ട്. പക്ഷെ ശരിയായ ദിശ കാണിക്കാൻ ഒരു സാരഥി ആവശ്യമാണ്. ജീവിതത്തിലും അതുതന്നെയാണ്. നമുക്ക് കഴിവുണ്ടാകാം, പക്ഷേ ശരിയായ മാർഗനിർദ്ദേശമില്ലെങ്കിൽ കഴിവ് തെറ്റായ ദിശയിലേക്ക് പോകാം. ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല രക്ഷിതാവ്, ഒരു നല്ല വഴികാട്ടി ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റും. നിങ്ങൾ വീഴുമ്പോൾ എഴുന്നേൽക്കൂ എന്ന് പറയാൻ, നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഭയക്കേണ്ട, നിനക്ക് കഴിയും എന്ന് പറയാൻ, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ ഒന്ന് ശാന്തമായി ചിന്തിക്കൂ എന്ന് പറയാൻ, ഇങ്ങനെ പറയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ശ്രീകൃഷ്ണനെ പോലെയാകാം. ഒരു വ്യക്തിക്ക് 2 കരിയർ ചോയ്സ്. അവൻ ആശയക്കുഴപ്പത്തിലാണ്. 10 ആളുകളോട് ചോദിക്കും, 10 വ്യത്യസ്ത അഭിപ്രായങ്ങൾ കിട്ടും. അവസാനം ഒരു മെന്റർ അവനോട് പറയുന്നു, നിന്റെ കഴിവുകളും മൂല്യങ്ങളും നോക്കി നീ സ്വയം തീരുമാനിക്കൂ. അവൻ ചിന്തിക്കുന്നു, ശരിയായ തീരുമാനമെടുക്കുന്നു. ജീവിതത്തിൽ എല്ലാവരുടെയും ശബ്ദം കേൾക്കേണ്ടതില്ല. ശരിയായ മാർഗനിർദ്ദേശം അറിയണം. ഈ ശ്ലോകം നമ്മോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ സാരഥി ആരാണ്? നിങ്ങളുടെ ഭയമാണോ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണോ? സോഷ്യൽ മീഡിയയാണോ? അതോ വിവേകവും ധർമ്മവും ആത്മീയ ബോധവുമാണോ? നിങ്ങൾ ആരെ സാരഥിയാക്കുന്നു എന്നത് നിങ്ങളുടെ യാത്രയുടെ ദിശ നിർണയിക്കും. നിങ്ങളിപ്പോൾ ജീവിതത്തിലെ ഒരു ഡിഫിക്കൽട്ട് ഫേസിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പുതിയ ശക്തിയല്ല, ശരിയായ ദിശയായിരിക്കാം. അർജുനന് ശക്തിയുണ്ടായിരുന്നു, പക്ഷേ കൃഷ്ണന്റെ മാർഗനിർദ്ദേശം ആവശ്യമായിരുന്നു. നമുക്കും ചിലപ്പോൾ ഒരു നല്ല മെന്റർ, ടീച്ചർ, പേരന്റ്, ഫ്രണ്ട് അല്ലെങ്കിൽ ആത്മീയ മാർഗനിർദ്ദേശി ആവശ്യമായി വരാം. കുരുക്ഷേത്രത്തിൽ കൃഷ്ണൻ അർജുനന്റെ രഥത്തിന്റെ സാരഥിയായിരുന്നു. അർജുനന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ സാരഥിയായി ശ്രീകൃഷ്ണന്റെ ജ്ഞാനം, അറിവ് മാറി. നമ്മുടെ ജീവിതത്തിലും രഥം നമ്മുടേതായിരിക്കാം, യാത്ര നമ്മുടേതായിരിക്കാം. പക്ഷേ ശരിയായ സാരഥിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ദിശ മാറാം. ആ സാരഥി ചിലപ്പോൾ നിങ്ങൾ ആർജിക്കുന്ന അറിവുകളാകാം. ഹേ ശ്രീകൃഷ്ണ, ജീവിതത്തിലെ ശരിയായ വഴിയെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. തെറ്റായ ശബ്ദങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരിയായ ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും മാർഗനിർദ്ദേശകരെയും തിരിച്ചറിയാനുള്ള അറിവ് നൽകണമേ. ഞങ്ങളുടെ ജീവിതരഥത്തെ ധർമ്മത്തിന്റെ വഴിയിലൂടെ നയിക്കണമേ. ഹരി ഓം തത്സത്. നന്ദി.